ചെയ്തുപോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ശരീരവും മനസ്സും ശുദ്ധിയാക്കാനുള്ള പരിശുദ്ധ റമദാൻ മാസത്തിന് തുടക്കമായിരിക്കുന്നു. ലോകമെങ്ങുമുള്ള ഇസ്ലാം മത വിശ്വാസികൾ കടുത്ത നോമ്പാചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമസ്കാരം, അറേബ്യൻ സ്റ്റോറീസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അബുദാബിയും ദുബായും വടക്കൻ എമിറേറ്റുകളെയും സംയോജിപ്പിച്ചുള്ള അതിവേഗ ഹൈവേ ആണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്. ഈ റോഡരികിൽ മനോഹരമായ ഒരു കാടുണ്ട്. ദുബായിലെ പ്രശസ്തമായ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ അൽ ബറാറിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കാടിന് നടുവിലെ പാർപ്പിട സമുച്ചയം. ഈ കാടിന് നടുവിൽ മനോഹരമായ ഒരു ഭക്ഷണശാലയുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന പിക്നിക് ഭക്ഷണശാലയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അൽ ബറാറിയുടെ കാടിന് നടുവിലെ ഭക്ഷണശാലയിലേക്കാണ് നമ്മുടെ യാത്ര. വീട്ടിലേക്ക് സ്വാഗതമെന്നാണ് അൽ ബറാറിയുടെ തലവാചകം തന്നെ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡരികിൽ ഗ്ലോബൽ വില്ലേജ് കഴിഞ്ഞ അബുദാബിയിലേക്കുള്ള വഴിയിൽ വലതുവശത്താണ് അൽ ബറാറി എന്ന പച്ചക്കാടുള്ളത്. കടന്നു ചെല്ലുന്ന വഴി പോലും ഏതൊരു സ്വദേശിയെയും വിദേശിയെയും അത്ഭുതപ്പെടുത്തും. 10 ആൾ പൊക്കത്തിലധികം വളർന്ന പന്തലിച്ച വൃക്ഷങ്ങൾ തണൽ വിരിച്ച വഴിയിലൂടെ പോകുമ്പോൾ പശ്ചിമഘട്ടത്തിലെ കാട്ടിലൂടെ വാഹനമോടിക്കുന്ന പ്രതീതിയാണ് സമ്മാനിക്കുക. ഏതാണ്ട് 4 കിലോമീറ്ററോളം അകത്ത് ചെന്നാൽ അൽ ബറാറിയുടെ സ്വന്തം ഭക്ഷണശാലയായ ദി ഫാമിന്റെ മുന്നിലെത്തും. വടവൃക്ഷത്തിന്റെ വേരുകളിൽ ചേർത്തുവച്ച മരപ്പലകയിൽ ദി ഫാം എന്ന് കൊത്തിയ പേര് വായിച്ചു തുടങ്ങാം. കൽപ്പടികൾ ഇറങ്ങിയാൽ 2 വശത്തും മരം കൊണ്ട് തീർത്ത വാതായനങ്ങൾ കാണാം. ഒരിടത്ത് കാട്ടിലേക്കുള്ള വഴിയാണ്, മറ്റൊരിടം ചെറിയ കൂട്ടായ്മകൾക്കുള്ള വെള്ള പ്രതലമിട്ട തണലിടം. ചെറിയ പാർട്ടികൾക്കാണ് ഇവിടം തുറന്നിടുക. അത് കടന്നാൽ മരപ്പലകകൾ അലങ്കാരങ്ങൾ തീർത്ത ബറാരിയുടെ ദി ഫാമിലേക്കുള്ള പ്രവേശനം. അകത്ത് അതിനൂതനമെങ്കിലും പരിസ്ഥിതിയുടെ പൊടിപിടിച്ച ഭക്ഷണശാല. വെറും മരുഭൂമിയായിരുന്ന ഇവിടെ സ്വദേശിയുടെ ഉടമസ്ഥതയിൽ അൽ ബറാറി സംരംഭം ചെറു വെള്ളച്ചാട്ടങ്ങളും കുളങ്ങളും അതിൽ താമരകളും വിരിയിച്ച പ്രകൃതിയുടെ മടിത്തട്ടിലൊരുക്കിയ വിസ്മയ ഭക്ഷണശാല. മെനു ബുക്കിലെ വില കണ്ട് കണ്ണു തള്ളിയവർ ഇവിടുത്തെ പശ്ചാത്തലം കണ്ട് ആസ്വദിച്ചു തുടങ്ങിയാൽ ഇത്രയും വില ഇട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് ചോദിച്ചേക്കാം. ഞങ്ങൾക്കും അതേ അനുഭവമായിരുന്നു. പ്രകൃതിയോടിണങ്ങി ബറാരിയിൽ തന്നെ നട്ടുവളർത്തി വിളവെടുത്ത വിഭവങ്ങൾ ചേർത്തിണക്കിയ ഉഗ്രൻ ഭക്ഷണശാല. I think food and ambience both are very nice. We liked, I think, the food as well and the ambience as well, because it's all organic food, as they say. So it's raised at farm and then they serve it on the table, as they call it. So that's very nice. And the atmosphere is just amazing because you don't look like you to be in Dubai when you're here. So that's the biggest catch, I think. The main concept of the farm is really nice here. You give it gives you a fresh feeling. And it makes you feel relaxed. We have come till morning we were running here and there, and now we're so relaxed being here, and it's lovely place. ഏതാണ്ടൊരു ചെറു കാട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രതീതിയാണ് ദി ഫാം സമ്മാനിക്കുക. ഭക്ഷണപ്രേമികൾക്ക് മാത്രമല്ല, ദുബായിലെത്തുന്ന സഞ്ചാരികൾക്ക് പോലും ദി ഫാം ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ല. No. So this is nice. This is a complete surprise because as you approach, there are trees, a tree-lined road, beautiful bushes, flowers, and then you come here and it's amazing. It's beautiful. മരത്തിൽ കൊത്തിയെടുത്തൊരു മുഖം ഇവിടെയുണ്ട്. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന ഈ സൃഷ്ടിയോട് ചേർന്ന് ഫോട്ടോ എടുക്കാതെ ആരും ഇവിടെ നിന്ന് മടങ്ങിയിട്ടില്ലെന്ന്
ഫാമിന്റെ ചുമതലക്കാർ പറയുന്നു. തിരക്കുകളിൽ നിന്നും പതിവ് ഹോട്ടലുകളിൽ നിന്നും അകന്ന് വേറിട്ട രുചിയും കാഴ്ചയും നുകരാനുള്ള അവസരമാണ് അൽബരാരിയുടെ ഫാം സമ്മാനിക്കുക. ഫാമിലെ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് പ്രകൃതിയിലേക്ക് രക്ഷപ്പെടാം. I think the farm, the name itself, it explains itself. As you can see, the environment, we are quite natural. The nature, as you can see, the environment around, and it's a different environment altogether. Looking at Dubai, as we know, we are in the Middle East and it's a desert, but this is a different nature and environment altogether. So it's a niche of its own around the city. Mainly, we deal with organic food, which resembles the farm itself, like with fresh harvest to be prepared. So most of my dishes on the menu, they are comprised of and composed of fresh products from the farm. So they are all, majority of them are organic. ഇതിനോട് ചേർന്ന പിക്നിക് കൂടി ആസ്വദിക്കാൻ കഴിയുന്ന മറ്റൊരിടം കൂടിയുണ്ട്. നേച്ചർ എസ്കേപ്സ് എന്നാണ് ഈ വേറിട്ട ഭക്ഷണവേദിയുടെ പേര്. ദി ഫാം ഒഴിവുകളില്ലാതെ എല്ലാ ദിവസവും പ്രവർത്തിക്കുമ്പോൾ നേച്ചർ എസ്കേപ്പ് വാരാന്ത്യങ്ങളിലെ വെള്ളി ശനി ദിവസങ്ങളിൽ മാത്രമാണ് തുറക്കുക. പ്രകൃതിയോടിണങ്ങിക്കൊണ്ടൊരുക്കിയ വ്യത്യസ്തമായ പിക്നിക് ഭക്ഷണശാലയാണിത്. സമയക്രമം അനുസരിച്ചാണ് ആളുകളെ ഇവിടേക്ക് കയറ്റുക. ആദ്യ ഭക്ഷണയാത്ര രാവിലെ 9 മുതൽ 12 മണി വരെ, പിന്നെ 1 മണി മുതൽ 4 മണി വരെ, വൈകിട്ട് 5 മുതൽ രാത്രി 8 വരെ. പ്രവേശന നിരക്ക് നിശ്ചയിക്കുന്നത് തെരഞ്ഞെടുക്കുന്ന ഭക്ഷണത്തൊട്ടിയുടെ വില അനുസരിച്ചാണ്. വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ അടുക്കിയ ഭക്ഷണക്കൊട്ട നേച്ചർ എസ്കേപ്പിലേക്ക് വരുന്നവർക്ക് തെരഞ്ഞെടുക്കാം. പിന്നെ പ്രകൃതിയുടെ മടിയിലേക്കുള്ള യാത്രയാണ്. ചിലയിടങ്ങളിൽ പുൽത്തകിടിയിലിരുന്ന ഊഞ്ഞാലാടി കുടുംബത്തോടൊപ്പം സമയം ചെലവഴിച്ചും ഭക്ഷണം കഴിക്കാം. പിന്നെ ഡെസേർട്ട് ക്യാമ്പുകളിൽ ഒരുക്കിയ തുണി ടെന്റുകൾ തെരഞ്ഞെടുക്കാം. ചിലയിടങ്ങളിൽ റൊമാന്റിക് പരിവേഷത്തോടെ ഭക്ഷണത്തിനൊപ്പം ചെലവഴിക്കാനുള്ള ഇടങ്ങളുമുണ്ട്. Actually, we are giving a feel of nature to our clients, where you can come, you can relax and have good times while you are covered in the natural trees with the screams of the birds behind. You know, you feel you are already in a different place or a different world altogether. We are having bookings, and we've got 3 timings of bookings where you can book in the morning. In the morning, you can book from 9 to 12. And in the afternoon, you can book between 1 and 4, then from 5 to 8. So you'll be having 3 hours to come in and enjoy yourself, sit down and relax with friends and families. കുട്ടികൾക്ക് കളിച്ച് രസിക്കാനുള്ള കിഡ്സ് സോൺ, ഫാമിലി നെസ്റ്റ്, അറേബ്യൻ നൈറ്റ്സ്, സീക്രട്ട് ഗാർഡൻ, അങ്ങനെ പോകുന്നു ഇവിടെ ഒരുക്കിയ ഇടങ്ങളുടെ പേരുകൾ. ആഗ്രഹിക്കുന്നത് സമ്മാനിക്കുന്ന തടിയിൽ തീർത്ത വിഷിംഗ് വെല്ലും ഇവിടെയുണ്ട്. കേരളത്തിൽ പോലും കണ്ടുവരാറുള്ള സസ്യങ്ങളെ ഇടയ്ക്കിടെ നേച്ചർ എസ്കേപ്പിൽ കാണാം. വേണമെങ്കിൽ ഒരുപാട് ആളുണ്ടെങ്കിൽ അതനുസരിച്ച് ഭക്ഷണം തയ്യാറാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. കേരള സിലബസിൽ പാഠങ്ങൾ പഠിപ്പിക്കുന്ന യുഎയിലെ പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഒന്നാണ് റാസൽ ഖേമയിലെ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ. ഇവിടെ മലയാളികളെക്കാൾ ഏറെ അന്യദേശക്കാരാണ് പഠിക്കുന്നത്, അതും കേരള സിലബസിൽ. ഈ കഴിഞ്ഞ 12ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം കൊയ്തത് കേരള സിലബസിൽ പഠിച്ച ഒരു സൊമാലിയൻ പെൺകുട്ടിയാണ്, ഖദീജ. മുഴുവൻ വിഷയങ്ങൾക്കും A+ സ്വന്തമാക്കിയ ഖദീജയുടെ വിശേഷങ്ങളും ഖദീജ ഇനി ഭാവിയിലെടുക്കാൻ പോകുന്ന കാര്യങ്ങളുമാണ് നമ്മൾ കാണാൻ പോകുന്നത്.
സൊമാലിയയിൽ നിന്നുള്ള സൈനബ ഉസ്മാൻ ദമ്പതികളുടെ 7 മക്കളിൽ 5ാമതായാണ് ഖദീജ ഉസ്മാൻ ജനിച്ചത്. IT വിദഗ്ധനായ വാപ്പ അമേരിക്കയിലെ കാലിഫോർണിയയിൽ ജോലി ചെയ്യുമ്പോഴായിരുന്നു ഖദീജയുടെ ജനനം. അങ്ങനെ അവൾ അമേരിക്കക്കാരിയായി. 11ാം ക്ലാസ്സിലാണ് കേരള സിലബസിൽ പഠിപ്പിക്കുന്ന റാസൽ ഖീമ ന്യൂ ഇന്ത്യൻ സ്കൂളിൽ ഖദീജ പഠിക്കാനെത്തുന്നത്. പഠനത്തിലും സ്വഭാവത്തിലും മിടുക്കിയായ ഖദീജയ്ക്ക് +2 സയൻസ് ബാച്ചിൽ 1200 മാർക്കിൽ 1195 മാർക്കുണ്ട്. ആദ്യമായാണ് ഈ സ്കൂളിൽ നിന്നും സയൻസ് ബാച്ചിൽ ഒരാൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ സ്വന്തമാക്കുന്നത്. സുഡാനിൽ പോയി MBBS പഠിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ മിടുക്കി ഇപ്പോൾ. I want to be a doctor. I still haven't chosen my field, but I was thinking of anesthesiology. So maybe that. Where are you going to study? In Sudan. Sudan has many worldwide known universities, and I know people who have become doctors who study in UAE here. So yeah, that's why I chose it. Tell me about your brothers. I have six siblings, and 4 of them study in Sudan, 3 sisters and 1 brother. And I have 2 younger, 1 brother and 1 sister, and they study in the CBSE curriculum. So you're the 5th one to join MBBS? Yes, I'm the 5th one to join. ഖദീജയുടെ മൂത്ത 4 സഹോദരങ്ങൾ സുഡാനിൽ മെഡിസിൻ പഠിക്കുകയാണ്. ഇളയ 2 പേർ റാസൽ ഖീമയിലെ സ്കൂളിൽ പഠിക്കുന്നു. അധ്യാപകർക്കും ഖദീജയെക്കുറിച്ച് 100 നാവാണ്. ശരിക്കും ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. പാരൻസ് എല്ലാം സപ്പോർട്ടീവാണ്. നോൺ മലയാളീസാണ് കൂടുതലും റെസ്പോൺസിബിൾ ഈ വന്ന കാലത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ നല്ല കുട്ടികൾ വേറെ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല. വളരെ റെസ്പോൺസിബിളാണ് പാരൻസ്. എന്ത് കാര്യത്തിനും ഞങ്ങളുടെ കൂടെ എല്ലാത്തിനുമുണ്ട്. എപ്പോൾ വിളിച്ചാലും വരും. അതുപോലെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവാണ്. ഒരു കംപ്ലൈൻറ്റ് പറയാനില്ല ഞങ്ങൾക്ക് ആ കുട്ടികളെക്കുറിച്ച്. എല്ലാ കാര്യത്തിലും ഡിസിപ്ലിൻ കാര്യത്തിലാണെങ്കിലും അവർ തന്നെയാണ് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നത്. ലേറ്റ് കമേഴ്സില്ല, നോൺ മലയാളീസും ലേറ്റ് കമേഴ്സില്ല, റെഗുലറാണ്. അവരെ വിളിച്ചാൽ അപ്പം തന്നെ എത്തും. അങ്ങനെ വളരെ സപ്പോർട്ടീവാണ്. എഡ്യൂക്കേഷനും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിള്ളേരും അതാ പറഞ്ഞ കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ ഈ ഇത്രയും കുട്ടികളും ഡിസിപ്ലിൻ ഇൻചാർജായിരുന്നു. അവരായിരുന്നു ഓരോ ക്ലാസ്സിൻ്റെ ഡിസിപ്ലിൻ ഇൻചാർജ് അവരായിരുന്നു. അവരെപ്പോഴും എല്ലാ കാര്യത്തിനും വളരെ മോട്ടിവേറ്റിംഗ് സ്റ്റുഡൻസ് ആയിരുന്നു എല്ലാവർക്കും. അതുപോലെ ടീച്ചേഴ്സിനോട് വളരെ പൊളൈറ്റായിട്ട് ഇടപെടുന്ന കുട്ടികൾ മലയാളികളെക്കാട്ടിലും നോൺ മലയാളീസാണ്. എപ്പോഴും ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ കാണുകയാണ്. ഞങ്ങൾ എന്ത് പറഞ്ഞാലും പേരൻസ് ആണെങ്കിലും ഞങ്ങൾ പറയുന്നതാണ് അവർക്ക് വലുത്. സ്കൂളിൽ പ്രത്യേക അസംബ്ലി വിളിച്ചാണ് പഠനത്തിൽ മികവ് തെളിയിച്ചവരെയും അവരുടെ മാതാപിതാക്കളെയും സ്കൂൾ അധികൃതർ അഭിനന്ദിച്ചത്. So your 5th child is going for MBBS. How happy you are? We are very happy as a parent. Yes. Why you choose Kerala school? waxaan u dooranay ku dhahay inuu iskool fiican yahay oo saas. It's a very good school, and there are many people who studied here and have become successful. ഖദീജ പഠിച്ച സ്കൂളിലെ മറ്റ് 2 പെൺകുട്ടികളെ കൂടി നമുക്ക് പരിചയപ്പെടാം. ഹൻഷിനിയും ഹർഷാനയും. 2 പേരും ശ്രീലങ്കയിലെ കാൻറ്റീനിൽ നിന്നുള്ളവരാണ്. KG ക്ലാസ് മുതൽ ഈ സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. കേരള സിലബസിൽ പഠിക്കുക മാത്രമല്ല മലയാളം കൂടി പഠിച്ചെടുത്തിരിക്കുകയാണ് ഈ മിടുക്കികളായ 2 പെൺകുട്ടികൾ. കേരളത്തെക്കുറിച്ചും കേരളത്തിലെ സ്ഥലങ്ങളെക്കുറിച്ചും ഭക്ഷണ രീതികളെക്കുറിച്ചും എല്ലാം ഈ പെൺകുട്ടികൾക്ക് നന്നായി അറിയാം. നല്ല പാട്ടും പാടും. ഈ 2 സഹോദരിമാരുടെ കഥ കൂടി നമുക്ക് കാണാം. ഹൻഷിനിയാണ് മൂത്തത്. +2 കൊമേഴ്സ് ബാച്ചിൽ സ്കൂളിലെ ഏറ്റവും മിടുക്കിയായി പഠിച്ചിറങ്ങി ഡിഗ്രിക്ക് ചേരാനുള്ള ഒരുക്കത്തിലാണ് ഹൻഷിനി ഇപ്പോൾ. 87% മാർക്കോടെ +2 പാസ്സായ ഈ ശ്രീലങ്കക്കാരി LKG മുതൽ റാസൽ ഖേമയിലെ ന്യൂ ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. കുറേ സന്തോഷമുണ്ട്, കുറേ പ്രൗഡാണ്. And I like to thank my principal and my teachers and who all supported me, including my parents a lot. They supported me so much. And I like to thank everyone in behalf of my parents and even my sister. She's studying here. I'm proud to be a student of this school in New Indian Higher Secondary School.
കുറേ കേരള ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ഒന്നും ശ്രീലങ്ക ഫ്രണ്ട്സ് ഇല്ല ഇവിടെ. കുറേ കേരള ഫ്രണ്ട്സ് ഉണ്ട്. അവർ ദ കൾച്ചർ, ട്രഡീഷൻ, ദ ഫുഡ്, അത് എനിക്ക് കുറേ ഇഷ്ടം. ഇഡ്ലി ആൻഡ് സാമ്പാർ ഫേവറേറ്റ് ഫുഡ്. ആൻഡ് വെരി നൈസ്, ലൈക്ക് കുറേ ഇഷ്ടം. അത് കുറേ ലൈക്ക് what to say, it's so pleasant, like it's a pleasure to have this school, have the friends, and I love Kerala. ശ്രീലങ്കയിലെ കാൻഡി സ്വദേശിയായ ഇവരുടെ മാതാപിതാക്കളും റാസൽ ഖേമയിലുണ്ട്. അമ്മൂമ്മയും നാട്ടിൽ നിന്നും അവധി ആഘോഷിക്കാൻ റാസൽ ഖേമയിലുണ്ട്. ഇളയ സഹോദരി ഹർഷാനി 10ാം ക്ലാസ്സിൽ മികച്ച വിജയം കരസ്ഥമാക്കി +1 പഠിക്കുന്നു. മലയാളം നന്നായി വഴങ്ങുന്ന ഇരുവർക്കും കേരളത്തെക്കുറിച്ച് നല്ല പിടിപാടുണ്ട്. 10ാം ക്ലാസ്സിലെ മാർക്ക് എങ്ങനെയുണ്ട്? നല്ല മാർക്കുണ്ട്, 88% ഉണ്ട്. അതിനും ചേച്ചിയുടെ സപ്പോർട്ട് കുറേ കിട്ടി, പാരൻസ് കിട്ടി, ഫ്രണ്ട്സിനും കിട്ടി. പിന്നെ 6 A+ഉം ഒരു B+ഉം B ഉണ്ട്, പിന്നെ 2 A ഉണ്ട്. മലയാളം പഠിച്ചാണ് ഫ്രണ്ട്സിന് കൂടെ കുറേ ഇഷ്ടപ്പെട്ട്. ഒരു പ്രാവശ്യം പോകണം ഇന്ത്യയിൽ, കേരളത്തിൽ പോകണം. പിന്നെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ എല്ലാം അറിയാം, സ്റ്റേറ്റ്സ് അറിയാം. പിന്നെ ഭാഷ നല്ലോണം പഠിച്ച്, ചെറുപ്പത്തിലും പഠിച്ച്. കൊല്ലം, തിരുവനന്തപുരം, പിന്നെ മലപ്പുറം, തൃശ്ശൂർ, കണ്ണൂർ. പിന്നെ സാമ്പാർ, ദോശ, ഇഡ്ഡലി എൻ്റെ ഫേവറേറ്റ്. ചമ്മന്തിയും ഇഡ്ഡലിയും. പിന്നെ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈരൻ കാറ്റിൻ നീനം പോലെ, നോവൻ മഞ്ചൽ നീനം പോലെ, നോവം നെഞ്ചിൻ രാക്കോട്ടിൻ വാവാ മെല്ലെ മെല്ലെ. തേയിലത്തോട്ടങ്ങളും മഴയുമുള്ള കാൻഡിയോട് ഏറെ സാദൃശ്യമുള്ള നാടാണ് കേരളമെന്ന് ഇവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ വൈകാതെ കേരളം സന്ദർശിക്കണമെന്നാണ് ഈ സഹോദരിമാരുടെ ആഗ്രഹം. ആനന്ദയാലുവായി ദാശിന്യശാലിയായി വാഴുന്നു ഈശ്വരൻ തിരുനാമത്തിൽ. മികിര രോഗങ്ങൾക്കൂനേക രക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. യു.എയിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഫെഡറൽ സംവിധാനമാണ് നാഷണൽ മീഡിയ കൗൺസിൽ. ജൂൺ 1 തീയതി മുതൽ NMCയുടെ പുതിയ ഒരു നിയമവ്യവസ്ഥിതി നിലവിൽ വരികയാണ്. സോഷ്യൽ മീഡിയയിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ആളുകൾക്ക് ലൈസൻസ് നിർബന്ധമാക്കുന്ന ഒരു പദ്ധതിയാണ് NMC തയ്യാറാക്കിയിട്ടുള്ളത്. 1000 ദിർഹം മുതൽ 15000 ദിർഹം വരെയാണ് ഇതിനുള്ള ചെലവ്. സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണ പരിപാടികൾ നടത്തുന്നവർക്ക് ഈ ലൈസൻസ് നിർബന്ധമാണ്. NMCയുടെ പുതിയ ലൈസൻസ് രീതികളെക്കുറിച്ചും എന്തിന് ഈ ലൈസൻസ് എടുക്കണം എന്നതിനെക്കുറിച്ചും നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. വ്യത്യസ്തങ്ങളായ ഓൺലൈൻ സംരംഭങ്ങൾക്ക് 1000 മുതൽ 15000 ദിർഹം വരെയാണ് ഈ മീഡിയ ലൈസൻസിനായി NMC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നാഷണൽ മീഡിയ കൗൺസിൽ ഈടാക്കുന്നത്. ഫ്രീ സോൺ അടക്കമുള്ള ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഓൺലൈനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് NMCയുടെ ലൈസൻസ് വേണം. രാജ്യത്ത് നടക്കുന്ന ഓൺലൈൻ കുപ്രചരണങ്ങൾക്ക് തടയിടാനും സംരംഭങ്ങളെ ക്രമപ്പെടുത്താനുമാണ് പുതിയ ലൈസൻസിംഗ് നടപടി NMC നടപ്പാക്കുന്നത്. തീർച്ചയായിട്ടും ഈ രാജ്യത്തിലെ ഓരോ നിയമ നടപടികൾ ചെയ്യുമ്പോഴും അവരത് വളരെ വ്യക്തമായി പ്ലാൻ ചെയ്ത് ആ കസ്റ്റമേഴ്സിൻ്റെയും നമ്മുടെ ജനങ്ങളുടെയും ഒരു സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം നടപടികളിലോട്ട് വരുന്നത്. അത് ഒരു പരിധിയിൽ മേൽ ഫ്രോഡ് ആക്ടിവിറ്റീസുകളെ ഇപ്പോൾ ഒരാൾ ഒരു അപ്രോച്ച് ചെയ്തു, ഞാൻ ഇന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്യാം, നിങ്ങളുടെ കമ്പനിയെ മാർക്കറ്റ് ചെയ്യാം. ഈ കമ്പനിക്ക് ഇദ്ദേഹത്തിനടുത്ത് ചോദിക്കാം നിങ്ങളുടെ ലൈസൻസിങ് എവിടെ. അപ്പോൾ ഏതെങ്കിലും ഒരു ലൈസൻസിങ് കൊടുത്ത് രക്ഷപ്പെടുന്ന ഒരു പ്രക്രിയയ്ക്ക് ഇത് ഒരു വിപരീതമായിട്ട് സംഭവിക്കും. NMC ലൈസൻസ് എവിടെ? നാഷണൽ മീഡിയ കൗൺസിൽ നിങ്ങൾക്ക് ഈ പ്രൊമോഷൻ ചെയ്യാനുള്ള ലൈസൻസ് എവിടെ? അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാവും ഇദ്ദേഹം വളരെ നിയമ സാധുതയുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഈ കമ്പനി അങ്ങനെ ഒരു കമ്പനിയാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്കത് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഫ്രോഡ് ആക്ടിവിറ്റീസിനെ തടയാനുള്ള ഒരു വഴിയാണ്. ഈ മാസം അവസാനത്തോടെ ലൈസൻസ് സ്വന്തമാക്കാനുള്ള സമയപരിധി അവസാനിക്കും. ഇത് ചെയ്യാതെ പ്രവർത്തനങ്ങൾ തുടരുന്നവർക്കെതിരെ NMC ജൂൺ മാസം മുതൽ നിയമ നടപടി തുടങ്ങും. നിയമലംഘകർക്ക്
5000 ദിർഹം വരെ പിഴയൊടുക്കും. ഇവരുടെ ഓൺലൈൻ സംരംഭങ്ങൾക്ക് തടയിടുകയും ചെയ്യും. ഇതിൻ്റെ മോണിറ്ററിംഗ് എന്ന് വെച്ചാൽ what they're going to do is our vlog check you. പിന്നെ അതൊക്കെ റെഫർ ചെയ്യും if this person has a license. ആ വ്യക്തിയുടെ കയ്യിൽ ലൈസൻസ് ഇല്ലെങ്കിൽ that's when they're going to fine them 5,000 dirhams. So this is how they're going to be monitoring. അത് മാത്രമല്ല most of the other influencers also will keep a track. എന്ന് വെച്ചാൽ if probably you put up a post, എനിക്കറിയാം that you don't have a license, ഞാൻ പറയും I has probably put up a post which might be paid for. So അങ്ങനെ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. So we have a lot of vigilantes happening, and also most importantly is National Media Councils by themselves will be looking into these cases. National Media Council's ultimate goal, I cannot tell you as a person, but as a marketeer, I believe that they are trying to create a better environment. Because keeping in mind, നമ്മുടെ ഇൻഫ്ലുവൻസർ ഇൻ്റെ ഒരു ബബിളാണ്. ഈ ബബിളിനകത്ത് കുറേ ആൾക്കാർ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്, എസ്പെഷ്യലി ഫോർ പ്രൊഡക്ട്സ് ആൻഡ് ലോട്ട് ഓഫ് അതർ സ്റ്റഫ്, ഇവൻറ്റ്സ്, പ്രോബ്ലി ഹോട്ടൽ സ്റ്റേസ് ആൻഡ് കുറേ ഇതിൻ്റെ പ്രോസ് ഉണ്ട്. പക്ഷേ കോൺസും വളരെ ലൈക്ക് യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് people are not being given the wrong information. അത് മാത്രമല്ല ഫേക്ക് ന്യൂസ് പോകുന്നുണ്ട്, അത് മാത്രമല്ല brands want to probably push something just through influencers. So these all things need to be regulated. So I feel as a marketer that NMC is trying to create a better environment in the social media space. പണം സമ്പാദിക്കുന്ന വ്ലോഗർ എന്നിവർക്കും ഓൺലൈൻ വാർത്താ സൈറ്റുകൾക്കും ദൃശ്യശ്രവ്യ ഓൺലൈൻ മാധ്യമങ്ങളുടെ പരസ്യ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കും NMCയുടെ ഇ-മീഡിയ ലൈസൻസ് നിർബന്ധമാണ്. ഫ്രീ സോൺ, മെയിൻലാൻഡ് എന്നിവിടങ്ങളിൽ ട്രേഡ് ലൈസൻസ് ഉള്ളവർക്കും വ്യത്യസ്ത ഫീസ് നിരക്കാണ് NMC നിശ്ചയിച്ചിട്ടുള്ളത്. ബ്ലോഗർമാർ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, അതായത് ഇപ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു നിശ്ചിത പരിധിയിൽ കൂടി ഫോളോവേഴ്സുള്ള ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ, അതായത് അത് യൂട്യൂബ് അക്കൗണ്ട് ആവാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ആവാം, ഇൻസ്റ്റാഗ്രാമാം, അതിൽ ഒരു നിശ്ചിത പരിധിയിൽ കൂടുതൽ ഫോളോവേഴ്സുള്ള ആൾക്കാരെ എല്ലാം ഈ ഒരു ഇതിൽ പെടുത്തിയിട്ടുണ്ട്. അവർക്ക് 2 തരത്തിലാണ്. അവർക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ, അവർ രജിസ്റ്റേർഡ് കമ്പനി ത്രൂ ആണ് വേറെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ വേറൊരു പ്രസ്ഥാനത്തിൻ്റെ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ അവർ ആ കമ്പനിക്ക് ഒരു ലൈസൻസും ട്രേഡ് ലൈസൻസും, അതുകൂടാതെ NMCയിൽ നിന്നും ഈ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലൈസൻസും അക്യൂർ ചെയ്യണം. ആസ് എ വ്ളോഗർ ഞാൻ ഇപ്പോൾ പോസ്റ്റ്, ഇഫ് ഐ എം പുട്ടിങ് അപ്പ് എ പോസ്റ്റ്, ഞാൻ ആരായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ചെയ്യുന്നില്ല. ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ മൈസെൽഫ്. ദിസ് ഈസ് എ ലെജർ വ്ളോഗ്, മനസ്സിലല്ല. ബാക്കി ആൾക്കാർ കാശ് എടുത്തുകൊണ്ട് ദേ ആർ ക്രിയേറ്റിംഗ് വ്ളോഗ്സ് സ്പെസിഫിക്കലി. ദോസ് പീപ്പിൾ ഹു ആർ കമേഴ്ഷ്യലി ക്രിയേറ്റിംഗ് വ്ളോഗ്സ്, അവർക്ക് വേണ്ടിയാണ് ഈ ലൈസൻസ്. ദേ നീഡ് ടു അപ്ലൈ ഫോർ ദിസ് ASAP. ഇത് അവർക്കാണ്. അത് മാത്രമല്ല, ഓൾസോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് whenever you're going and applying for these things, you need to make sure that you have a trade license copy. Most of the vloggers are probably working. അവർക്കത് എടുക്കാൻ പറ്റത്തില്ല. So you need to work around that and see exactly, is that what you're planning to do? അത് നിങ്ങളുടെ ultimate goal ആണ്. If it is, then you have to probably get a trade license and then apply for this license for the national media. UAE യിൽ നിന്ന് പ്രവർത്തിക്കുന്നവർക്കാണ് ഇ-മീഡിയ ലൈസൻസിന്റെ ആവശ്യമുള്ളത്. പണം സമ്പാദിക്കാതെ പ്രചാരണ പരിപാടികളും മറ്റും സംഘടിപ്പിക്കുന്നവർക്ക് ഇ-മീഡിയ ലൈസൻസിന്റെ ആവശ്യമില്ലെന്ന് നാഷണൽ മീഡിയ കൗൺസിൽ അറിയിക്കുന്നു. കനത്ത ചൂടിലാണ് ഗൾഫിലെങ്ങുമുള്ള വിശ്വാസികൾ നോമ്പെടുക്കുന്നത്. അവരുടെ പ്രാർത്ഥനയ്ക്കൊപ്പം പങ്കുചേരുകയാണ് അറേബ്യൻ ടൂറിസം. പക്ഷേ ഇതിനിടയിലും നല്ല കഥകളും കാഴ്ചകളും വിശേഷങ്ങളും ദുബായ് അടക്കമുള്ള ഗൾഫ് താരങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. നല്ല കുറേ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും അറേബ്യൻ ടൂറിസ്റ്റ് മടങ്ങിയെത്തും. മുൻ എപ്പിസോഡുകൾ കാണാൻ www.mathrubhumi.com/tv സന്ദർശിക്കുക. TV മാതൃഭൂമിയുടെ യൂട്യൂബ് പേജിലും നമ്മുടെ മുൻ അധ്യായങ്ങൾ ലഭ്യമാണ്. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.